പാകിസ്ഥാനിൽ നടന്ന അസാധാരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗായി റേഡിയേഷൻ ടാഗ്. പാകിസ്ഥാൻ ഭൂമിക്കടിയിൽ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നതിന്റെ പരിണത ഫലമാണോ ഈ അപ്രതീക്ഷിത ഭൂകമ്പങ്ങളെന്ന് സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ. പാകിസ്ഥാനിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം കഴിഞ്ഞ ദിവസമാണ് അനുഭവപ്പെട്ടത്. 3 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാനിലുണ്ടായ മൂന്നാമത്തെ ഭൂകമ്പമായിരുന്നു ഇത്. മെയ് 10 തുടർച്ചയായി 2 ഭൂകമ്പങ്ങൾ. രാവിലെ 4.7 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പവും പിന്നീട് 4 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പവും ഉണ്ടായി. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി വിലയിരുത്തുന്നത് പ്രകാരം പഞ്ചാബ് പ്രവിശ്യയിലെ ഒരു പ്രധാന ഭ്രംശരേഖയ്ക്ക് സമീപമാണ് ഈ ഭൂകമ്പത്തിന്റെ ഉറവിടം. ഇതോടെ ഇന്ത്യയുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പാകിസ്ഥാനിൽ എന്തൊക്കെയോ അസാധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സിദ്ധാന്തങ്ങൾ പിറവിയെടുത്തു. റേഡിയേഷൻ എന്ന ടാഗ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി. 1960കളിലേക്ക് പോവുകയാണെങ്കിൽ 60കളുടെ തുടക്കത്തിൽ അപകടകരമായ റേഡിയോ ആക്റ്റീവ് അപകടങ്ങളിൽ നിന്നും ആളുകളെയും പരിസ്ഥിതിയും ഒക്കെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി നിർണായക ആണവ പരീക്ഷണങ്ങൾ അരങ്ങേറുന്നത് ഭൂമിക്കടിയിലായി. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ അനുഭവപ്പെട്ട 4.6 തീവ്രതയുള്ള ഭൂചലനവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സിദ്ധാന്തങ്ങളും ഇത്തരത്തിലുള്ള ഒരു ആണവ അപകടമോ പരീക്ഷണമോ ആകാം എന്ന തരത്തിലായിരുന്നു. കിരാന കുന്നുകൾ ഉൾപ്പെടെയുള്ളതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളാണ് പ്രചരിച്ചത്. എന്നാൽ സ്വാഭാവിക ഭൂകമ്പങ്ങളും മനുഷ്യനിർമ്മിത സ്ഫോടനങ്ങളും പുറപ്പെടുവിക്കുന്ന ഭൂകമ്പ തരംഗങ്ങളുടെ സ്വഭാവത്തിൽ വ്യക്തമായ വ്യത്യാസങ്ങളുണ്ട് എന്ന് സിസ്മോളജിസ്റ്റുകൾ നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഭൂകമ്പങ്ങൾ അത് ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകൾ ചലിക്കുന്നതിന്റെ ഫലമായാണ് ഉണ്ടാകുന്നത്. പാകിസ്ഥാൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഭൂകമ്പ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് എന്നത് തള്ളിക്കളയാനാകില്ല. ഇന്ത്യൻ യുറേഷ്യൻ പ്ലേറ്റുകൾ കൂട്ടിമുട്ടുന്നതിന്റെ ഫലമായി ഇവിടെ പതിവാണ് ഭൂചലനങ്ങൾ. എന്നാൽ ഈ ഭൂകമ്പവും സ്വാഭാവികമായ കാരണങ്ങളാൽ സംഭവിച്ചതാണ് എന്നാണ് ശാസ്ത്രജ്ഞരുടെ വിശദീകരണം. സാധാരണ ഭൂകമ്പങ്ങളും ആണവായുധ പരീക്ഷണങ്ങളും ഭൂമിയിൽ കുലുക്കം സൃഷ്ടിക്കുമ്പോൾ ഭൂകമ്പ മാപിനി ഈ 2 ചലനങ്ങളും വ്യത്യസ്തമായാണ് രേഖപ്പെടുത്തുക. ഊർജ്ജം പുറത്തുവരുന്ന രീതി, പ്രഭവ കേന്ദ്രം, തരംഗങ്ങളുടെ സ്വഭാവം, ഇതിലെ വ്യത്യാസങ്ങളാണ് ഇതിന് കാരണം. അമേരിക്കയിലെ സാൻഡിയ നാഷണൽ ലബോറട്ടറിയിലെ സയൻസ് ലീഡ് റോബർട്ട് ആബട്ട് ദ സൈഫർ ബ്രീഫിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ആണവായുധ പരീക്ഷണങ്ങളും സ്വാഭാവിക ഭൂകമ്പങ്ങളും എങ്ങനെ വ്യത്യസ്ത ഭൂകമ്പങ്ങൾ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു, അതെങ്ങനെ തിരിച്ചറിയാൻ സഹായിക്കുന്നു എന്നതിനെക്കുറിച്ച് വിശദീകരണങ്ങളുണ്ട്. പി തരംഗങ്ങളും എസ് തരംഗങ്ങളും, അതായത് ഭൂകമ്പങ്ങളിലും സ്ഫോടനങ്ങളിലും ഉണ്ടാകുന്ന പ്രധാന ഭൂകമ്പ തരംഗങ്ങളാണ്. പി തരംഗങ്ങൾ അഥവാ പ്രാഥമിക തരംഗങ്ങൾ, കംപ്രസീവ് തരംഗങ്ങൾ ഒരു പോയിന്റിൽ നിന്ന് എല്ലാ ദിശകളിലേക്കും തള്ളപ്പെടുന്ന തരംഗങ്ങളാണ്. സ്ഫോടനങ്ങളിൽ ഇവ കൂടുതലായി കാണപ്പെടുന്നു. എസ് തരംഗങ്ങൾ ദ്വിതീയ തരംഗങ്ങൾ അഥവാ ഷിയർ തരംഗങ്ങൾ എന്നറിയപ്പെടുന്നു. തെന്നി മാറുന്ന പ്രതലങ്ങൾക്ക് സമാനമായ ചലനം സൃഷ്ടിക്കുന്ന തരംഗങ്ങളാണ്. ഭൂകമ്പങ്ങളിൽ ഇവയുടെ ഊർജ്ജം കൂടുതലായിരിക്കും. സ്ഫോടനവും ഭൂകമ്പവും തമ്മിലുള്ള ഊർജ്ജ വിന്യാസം, ഒരു സ്ഫോടനത്തിൽ പുറപ്പെടുന്ന ഊർജ്ജത്തിന്റെ ഭൂരിഭാഗവും പി തരംഗങ്ങളുടെ രൂപത്തിലായിരിക്കും. എന്നാൽ ഭൂകമ്പങ്ങളിൽ എസ് തരംഗങ്ങൾക്ക് കൂടുതൽ ഊർജ്ജമുണ്ടാകും. സ്വാഭാവിക ഭൂകമ്പങ്ങളിൽ എസ് തരംഗങ്ങൾക്ക് കൂടുതൽ ഊർജ്ജമുണ്ടാകുമ്പോൾ സ്ഫോടനങ്ങളിൽ പി തരംഗങ്ങളാണ് പ്രധാനമായും ഉണ്ടാകുന്നത്. ഭൂകമ്പ മാപിനികളിൽ ഈ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന രീതിയിലും വ്യത്യാസങ്ങളുണ്ട്. പാകിസ്ഥാനിലെ ഭൂചലനത്തെക്കുറിച്ച് പ്രചരിക്കുന്ന സിദ്ധാന്തങ്ങളിൽ ചിലത് മനുഷ്യനിർമ്മിതമാണെന്ന് വാദിക്കുന്നു. എന്നാൽ ഈ വാദങ്ങളെ സാധൂകരിക്കുന്ന ശാസ്ത്രീയപരമായ തെളിവുകളൊന്നും ലഭ്യമല്ല. റേഡിയോ ആക്റ്റീവ് വികിരണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ പഠനങ്ങൾ നടത്തിയാൽ ചിലപ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് കർമാനസ്.